ഹായ്, ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലാമിനേറ്റഡ് ഉഡൻ ഫ്ലോറിംഗിന്റെ വീഡിയോ ഇട്ട് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉഡൻ ഫ്ലോറിംഗ്, ലാമിനേറ്റഡ് ഉഡൻ ഫ്ലോറിംഗ് ഫ്ലോറിൽ ഇടുന്നത് സേഫ് ആണോ, വീടുകളിൽ ഫ്ലാറ്റുകളിൽ ഇടുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ വുഡ് ഫ്ലോറിംഗും ലാമിനേറ്റഡ് വുഡും കോസ്റ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ് ഒത്തിരി താഴെ നിൽക്കുന്നു എന്നുള്ളതും, ലാമിനേറ്റഡ് വുഡിന് ഉഡൻ ഫ്ലോറിംഗിന്റെ നാച്ചുറൽ വുഡിന്റെ ഏകദേശം അതേ സെയിം ഫീൽ കിട്ടുന്നു എന്നുള്ളതുമാണ് ഈ ലാമിനേറ്റഡ് വുഡ് നല്ല രീതിയിൽ പ്രചാരത്തിൽ നിൽക്കുന്നതും വളരെയധികം ആളുകളും അത് ഇടാനുള്ള മെയിൻ കാരണം. എന്നാൽ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്നാലും നമുക്ക് നല്ല രീതിയിൽ കെയറിംഗ് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണിത്. ഇതിന്റെ മേക്കിംഗ് വരുന്നത് നമ്മളുടെ ഒരു പ്രോസസ്ഡ് വുഡ് ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേക്കിംഗ് വരുന്നത് ഈ പ്ലൈവുഡ് മെക്കാനിസം പോലെ തന്നെ വുഡിന്റെ പൗഡർ പ്രസ് ചെയ്തുണ്ടാവുന്ന മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് കൂടുതൽ വെള്ളം വരുമ്പോൾ എക്സ്പാൻഷൻ വരുന്നതിനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി വാട്ടർ അതിലേക്ക് സ്പിൽ ഔട്ട് ചെയ്യാതെ നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത്, നമ്മുടെ മോപ്പ് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് ക്ലീൻ ആക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാട്ടറിന്റെ പ്രശ്നമാണ് ലാമിനേറ്റഡ് വുഡിൽ വരാനുള്ള മെയിൻ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. ബാക്കി അതല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ലാമിനേറ്റഡ് വുഡ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും അടിയിൽ ഇപ്പൊ ഈവൻ ഇൻസ്റ്റാളേഴ്സ് ചെയ്യുന്ന സമയത്ത് പോളിത്തീൻ ഷീറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ ഫോം വിരിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള മേക്ക് ഷുവർ ചെയ്യുക. അതേപോലെ തന്നെ ആഫ്റ്റർ യൂസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം അധികം യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ നല്ല സ്ക്യൂസ് ചെയ്തിട്ട് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നാളെ നമുക്ക് അടുത്തൊരു ടിപ്പുമായി കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.